നമസ്കാരം. ഗൂഗിൾ പേയിൽ പോക്കറ്റ് മണി എന്നൊരു ഫീച്ചർ വന്നിട്ട് കുറച്ചധികം നാളായി. ഈ പോക്കറ്റ് മണി എന്നുള്ള ഫീച്ചറിനെതിരെ ഫേസ്ബുക്കിലും വാട്സപ്പിലും വ്യാജ സന്ദേശങ്ങൾ കുറച്ചധികം കാലമായി പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ വലിയ രീതിയിൽ വൈറലാകുന്നുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പോക്കറ്റ് മണി എന്താണെന്നും അത് സുരക്ഷിതമാണോ എന്നും NPCI ഇതിനായി എന്തൊക്കെ ചെയ്തിരിക്കുന്നുവെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പോക്കറ്റ് മണി ഫീച്ചർ? രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്കോ ആശ്രിതർക്കോ UPI സ്വന്തമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക മാത്രമാണ് പോക്കറ്റ് മണി വഴി ചെയ്യുന്നത്. NPCI ഇതിൽ 2 തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്ലി ലിമിറ്റും അപ്രൂവൽ മോഡും. അപ്പോൾ മന്ത്ലി ലിമിറ്റ് എന്താണെന്ന് വെച്ചാൽ NPCI നിർദ്ദേശപ്രകാരം 15,000 രൂപ വരെ മാത്രമാണ് കുട്ടികൾക്കോ ആശ്രിതനോ UPI പേയ്മെൻറ്റ് വഴി പരമാവധി ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ്. ഈ 15,000 രൂപ നമുക്ക് 5,000, 8,000, 10,000 ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ മോഡ് അപ്രൂവൽ മോഡാണ്. അപ്രൂവൽ മോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആശ്രിതനോ കുട്ടിയോ UPI പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അനുവാദം വേണം. പ്രൈമറി യൂസറിൻ്റെ അനുവാദത്തോടെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ് അപ്രൂവൽ മോഡ്. ഈ 2 മോഡുകളും കർശനമായും NPCIയുടെ സുരക്ഷയിൽ വരുന്നതാണ്, സുരക്ഷാ ചട്ടക്കൂടിന് ഉള്ളിൽ വരുന്നതാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനോ UPI പിന്നിനോ ഗൂഗിൾ പേക്കോ യാതൊരു രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയും ഇതുണ്ടാക്കുന്നില്ല. 100% സുരക്ഷിതമാണിത്. ഈ സംവിധാനം സാധ്യമാക്കിയത് NPCI അഥവാ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. NPCI അവതരിപ്പിച്ച UPI സർക്കിൾ എന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ് പോക്കറ്റ് മണി ഫീച്ചർ. NPCIയുടെ കർശന നിയമങ്ങൾ ഇവയൊക്കെയാണ്. ഒരു യൂസറിന് പരമാവധി 15,000 രൂപ മാത്രം മാസം ഉപയോഗിക്കാൻ കഴിയും. ഒരു ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് 5,000 രൂപയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ യൂസറും KYC വെരിഫിക്കേഷൻ ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. ഒരാൾക്ക് പരമാവധി 5 പേരെ മാത്രമേ ചേർക്കാൻ കഴിയുകയുള്ളൂ. ഇത്രയും സുരക്ഷാ മുൻകരുതലുകൾ NPCI എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്? 1. വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് ആളുകളെ സുരക്ഷിത ഫീച്ചറുകളിൽ നിന്ന് അകറ്റി നിർത്തുക. 2. ഈ ഭയം മുതലെടുത്തുകൊണ്ട് നമ്മുടെ പണം ചോർത്തുക. 3. ഈ മെസ്സേജുകൾക്ക് ചുവട്ടിൽ അല്ലെങ്കിൽ ഈ മെസ്സേജുകളോടൊപ്പം ഒരു ലിങ്ക് കൂടി ഉണ്ടാകും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുക. ഓർത്തിരിക്കുക, ഗൂഗിൾ പേയോ NPCIയോ ഒരിക്കലും നിങ്ങളോടൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടില്ല. അങ്ങനെ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് തീർത്തും സ്കാം ആണെന്ന് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ഗൂഗിൾ പേയുടെയും NPCIയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. വാട്സപ്പ് ഫോർവേഡ് മെസ്സേജുകളിലെ ലിങ്കുകൾ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. സംശയം തോന്നിയാൽ ഗൂഗിൾ പേ ആപ്പിനുള്ളിലെ ഹെൽപ്പ് സെക്ഷൻ തുറക്കുക. വ്യാജ സന്ദേശം കണ്ടാൽ റിപ്പോർട്ട് സ്പാം ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഈ വിവരം നിർബന്ധമായും പങ്കുവയ്ക്കുക. പോക്കറ്റ് മണി ഫീച്ചർ ഒരു സ്കാം അല്ല. NPCIയുടെ കർശനമായ സുരക്ഷയോടെ ഗൂഗിൾ പേ നൽകുന്ന ഒരു ഉത്തരവാദിത്ത സേവനമാണ്. വ്യാജ പ്രചരണത്തിൽ വീഴരുത്. സത്യം പങ്കുവയ്ക്കുക, തട്ടിപ്പിനെ തോൽപ്പിക്കുക.